ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ചാണ്. അപ്പോൾ ഇവർ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആരും കേസിന് പോയിട്ടില്ല, എവിടെയും കേസ് എടുത്തിട്ടില്ല, ഒരു രൂപ പോലും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്ത ആരും തന്നെ കേസ് കൊടുത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പാടി നടക്കുന്നതാണ്. നമ്മുടെ ചീന മേട അടക്കം പാടി നടക്കുന്നതാണ്. 2 കേസുള്ള സമയത്താണ്, 2 ആൾക്കാർ FIR ഇട്ട സമയത്താണ് ആരും തന്നെ ഇല്ല എന്ന് ഇവരുടെ മലനാട് TV-യിൽ വന്നിട്ട് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിചാരിച്ചത്. ആ സമയത്താണ് ഏതോ ഒരുത്തനൊരു നമ്മുടെ കമൻറ്റിൽ നമ്മുടെ അയ്യൂബ് ഖാൻ ഉണ്ടല്ലോ, അയ്യൂബ് ഖാൻ പോരാളി, അയ്യൂബ് ഖാൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ചില ആൾക്കാർ അത് കണ്ടിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് പിന്നെ അത് കണ്ടേ കളയാം. അപ്പോൾ അയ്യൂബ് ഖാൻ എന്തായാലും മാറ്റം വന്നിട്ടുണ്ട്. അയ്യൂബ് ഖാൻ്റെ തിളപ്പൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അയ്യൂബ് ഖാൻ ഭയങ്കര കാല് പിടിച്ച അപേക്ഷയാണ്. സാറേ എന്തിനാണ് സാറേ നമ്മളെ ദ്രോഹിക്കുന്നത്, അങ്ങനെയാണ് സാറേ. ഇന്നലെ വിഞ്ഞാന്നൊക്കെ ഇവർ പറഞ്ഞത് നമ്മുടെ അനിലക്കരിയോട് കിടക്കാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് പറഞ്ഞത്. എന്നോടും വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ വിചാരം ഈ കിളക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം പണിയാണ്. ഉള്ള ജോലിയെ തേച്ചും കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ആരാൻ്റെ പൈസ അടിച്ചു മാറ്റിയിട്ട് നക്കി ജീവിക്കുന്ന ഇവരുടെ വിചാരം മറ്റു തൊഴിലുകളൊക്കെ മോശമാണെന്നാണ്. അതുകൊണ്ടാണ് വാർക്കപ്പണിക്ക് കിളക്കാൻ എന്നൊക്കെ ഇവന്മാർ പറയുന്നത്. അപ്പോൾ അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് കൈകൂപ്പിയൊക്കെ സംസാരിക്കുന്നത്, എന്തിനാണ് സാറേ നമ്മളിങ്ങനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു ഘട്ടത്തിൽ ഇവൻ പറയുന്നുണ്ട്, നാണം കെട്ട പരിപാടി നിങ്ങൾ ചെയ്യുന്നതാടാ നാണം കെട്ട പരിപാടി. ഒരു തൊഴിലും ചെയ്യാതെ കോട്ടിട്ട് വന്നിട്ട് കുറേ പ്രസംഗവും അതും ഇതും കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് എങ്ങനെയുള്ളവരെയാണ് പറ്റിക്കുന്നത്? ആരെയാണ് പറ്റിക്കേണ്ടത്? പണക്കാരെ പറ്റിച്ചോ, അല്ലെങ്കിൽ വല്ല കള്ളപ്പണം സൂക്ഷിക്കുന്നവനെ പറ്റിച്ചോ? പക്ഷേങ്കിൽ കിടപ്പ് രോഗികളെ, വീടില്ലാത്തവരെ, അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് ജീവിക്കുന്നവരെ, അല്ലെങ്കിൽ ഷീറ്റ് മറച്ച വീടുള്ളവരെ ഒക്കെയാണ് ഇവർ പറ്റിക്കുന്നത്. അങ്ങനെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതേ രീതിയിൽ പറയാനും മറ്റുള്ളവരെ വെല്ലുവിളിക്കാനും ഒക്കെ ഇവനെ പോലെയുള്ളവർ തുനിയുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തൽ, അങ്ങനെയുള്ള രീതിയിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ വേറെ ഒരു കരച്ചിൽ കണ്ടതാണ്. രാവിലെ മുതൽ കരച്ചിൽ കണ്ടതാണ്. സുധീഷ് ഏട്ടാ നമ്മളൊക്കെ പാവങ്ങളല്ലേ, സുധീഷ് ഏട്ടാ നമ്മൾ അങ്ങനെയാണ്, സുധീഷ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഒരുത്തൻ്റെ കരച്ചിൽ കേട്ടാണ്. അവരെ വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം ഹൈറിച്ചിൻ്റെ ആൾക്കാർ പോയി ഭയങ്കരമായിട്ട്. എന്നിട്ട് അവരുമായിട്ട് ഡിസ്കഷനാണ്, ഈ കേസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നടക്കുന്നത്. ശരിക്കും ഗുണ്ടായിസം കൊണ്ടും ഇതുപോലെയുള്ള വീഡിയോ കൊണ്ടും തെറിവിളി കൊണ്ടും ഒക്കെ ഇവരെ ഈ തട്ടിപ്പിനെ മറവടിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത് ഈ കമ്പനിക്കെതിരെ എത്ര കേസുണ്ട്, ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് എന്നാണ്, FIR-കളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കേസ് എടുത്തത് 2021-ലാണ്. അത് പോലീസ് തന്നെ റെയ്ഡ് ചെയ്ത് കേസെടുക്കുകയായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ഈ കമ്പനിക്കെതിരെ എത്ര കേസുകൾ, എത്ര FIR-കൾ നിലവിലുണ്ട് എന്നാണ്. അപ്പോൾ ആദ്യമായി കേസെടുക്കുന്നത് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. അത് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. 2021 ജനുവരി 30-നാണ് ആ FIR ഇടുന്നത്. പോലീസ് തന്നെ ഈ ഓഫീസ് റെയ്ഡ് ചെയ്യുകയും ഇവരുടെ ഹാർഡ് ഡിസ്കൊക്കെ പിടിച്ചെടുക്കുകയും ഉണ്ടായി ആ ഒരു കേസിൽ. രണ്ടാമത്തെ കേസ് എറണാകുളത്താണ്. എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ്. 2022-ലാണ്.
ജൂലൈ 28-നാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കേസ് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ പരാതിക്കാരൻ്റെ പേര് മനു MJ എന്നാണ്. ഇദ്ദേഹം വളരെ തുച്ഛമായ പണം മാത്രമേ ഈ ക്രിപ്റ്റോയിലിട്ടുള്ളൂ. വെറും 1600 രൂപ മാത്രമേ ഇദ്ദേഹം ക്രിപ്റ്റോയിൽ നിക്ഷേപിച്ചുള്ളൂ. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് പിന്നീടാണ് മനസ്സിലായത് ഇത് തട്ടിപ്പായിരുന്നു, ഇതൊരു ഫേക്ക് ക്രിപ്റ്റോ ആയിരുന്നു എന്ന്. അപ്പോൾ വെറും 1600 രൂപ നിക്ഷേപിച്ച ഇയാളെ കേസിന് പോയിരിക്കുകയാണ്. ഇതൊരു മാതൃകയാണ്. നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ലക്ഷങ്ങളാണ് ക്രിപ്റ്റോയിലും HROTTയിലും ഒക്കെ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരും പറ്റിക്കപ്പെടരുത് എന്ന് കരുതിയിട്ടായിരിക്കാം ഇദ്ദേഹം കേസിന് പോയിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ വർഷം ജനുവരി 22-നാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലാണ് ജനുവരി 22-ന് ഈ വർഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇദ്ദേഹവും ഒരു നിക്ഷേപകനാണ്. ഇദ്ദേഹം 32,097 രൂപയാണ് നമ്മുടെ ടോക്കൺ ഉണ്ടല്ലോ, ടോക്കണും കൂപ്പണൊക്കെ ആയിട്ട് ഇദ്ദേഹം വാങ്ങിയിരിക്കുന്നത് 32,097 രൂപക്കാണ്. പിന്നീട് നമുക്കറിയാം പിന്നീടുള്ള ഒരു കേസ് റിട്ടയർഡ് SP-യുടേതാണ്. അപ്പോൾ 4 കേസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തന്നെ അറിയാം. പിന്നെ മലപ്പുറത്തും പാലക്കാടുമൊക്കെ കേസുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയെങ്കിലും ഈ കമ്പനിക്കെതിരെ ആരും തന്നെ നിക്ഷേപിച്ച ആരും തന്നെ കേസ് കൊടുത്തു എന്നുള്ള പെരുങ്കള്ളം പറയാതിരിക്കുക. ഒരുപാട് ആൾക്കാർ ഇതേപോലെയുള്ള തട്ടിപ്പുകൾ ഇരയായിട്ട് തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അസൂയ ഉണ്ടായിട്ടോ നിങ്ങളെപ്പോലെയുള്ളവരോട് എന്തിനാണ് അസൂയ, നിന്നെപ്പോലെയൊക്കെ ഉള്ളവരോട് എന്തിനാണ് അസൂയ? നീയൊക്കെ ശരിക്കും നാടിനെ ശാപമാണ്. ഒരു പണിയും എടുക്കാതെ മറ്റുള്ളവൻ്റെ പൈസ പ്രതീക്ഷിച്ച് അവനെ എങ്ങനെയെങ്കിലും കുഴിയിൽ വീഴ്ത്തിയിട്ട് അവൻ്റെ കയ്യിലുള്ള പൈസ വീതിച്ചെടുക്കുന്ന എന്താണ് പറയുക, പുതിയ കാലത്തെ കള്ളത്തരമാണ് താനൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് വിളിച്ചു പറയുന്നവരെല്ലാം നാടിനാപത്ത് തന്നെ പോലെയുള്ള ആൾക്കാരാണ്. ഒരു പണിയും എടുക്കാതെ പണി എടുക്കുന്നവരെ പുച്ഛിച്ചുകൊണ്ട് ആ പണിയൊന്നും എടുത്തിട്ട് കാര്യമില്ല എന്നും നമ്മളെപ്പോലെ പറ്റിച്ച് ജീവിക്കുന്നതാണ് നല്ലതെന്നും ഉപദേശിക്കുന്ന നിന്നെ പോലെയുള്ളവർ നാടിന് ആപത്താണ്, ശാപമാണ്. ബൈ.